കുറേയും കൂടി നമുക്ക് വിവരപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി കഴിയണം. ഇന്നത്തെ ഒരു പുതിയ സാധ്യതകളൊക്കെ തന്നെ നമുക്ക് വരും വർഷങ്ങളിൽ ഉപയോഗപ്പെടുത്താൻ കഴിയണം. ഇപ്പോൾ ഫാം ടൂറിസം പിന്നെ ഒരു പ്രൊജക്റ്റൊക്കെ തന്നെ കഴിഞ്ഞ് അടുത്ത വർഷത്തേക്ക് നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ ഈ ഒരു റിവിഷനിൽ മാർച്ച് മാസമാണ് നമ്മൾ തരിശ്ശീൽ പദ്ധതി വെച്ച് നമുക്കിവർക്ക് ആനുകൂല്യമൊക്കെ കൊടുക്കാൻ സാധിച്ചത്. അത് അത്രയും നല്ല സപ്പോർട്ട് കൂടി നിന്ന പഞ്ചായത്തുമാണ്. അപ്പോൾ നമുക്കിത് ഇത്രയും നല്ല വിജയമായിട്ടാണ് ആദ്യം പഞ്ചായത്ത് നിലവിൽ നടത്തുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ ശ്രീ കെ സുരേഷ് മറ്റ് വൈസ് പ്രസിഡന്റ് മറ്റ് വേണ്ടുന്ന പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ 2016 മുമ്പ് ഇവിടെ കൃഷി ചെയ്തതെന്നാണ് അറിയുന്നത്. അതിനുശേഷം നമ്മുടെ അധ്യക്ഷ, നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി എ ബി സുശീല, നമ്മുടെ വൈസ് പ്രസിഡന്റ് നമ്മുടെ കൃഷി ഓഫീസർ രാജു ഉൾപ്പെടെയുള്ള മറ്റു കൂട്ടം പഴഞ്ചതയുടെ നല്ല മാതൃകയാണിത്. കാരണം നമ്മൾ ഇന്നത്തെ കാലത്ത് കേരളത്തിൽ ഒട്ടേറെ ആരോഗ്യ പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും എല്ലാം വിഷമടങ്ങിയ പച്ചക്കറികൾ കഴിക്കുന്നത് വലിയ പ്രശ്നമായിട്ടാണ് പറയുന്നത്. ക്യാൻസർ പനി പോലെയാണ് നമ്മുടെ നാട്ടിൽ പടരുന്നത്. ഇതിന് ഒരുപാട് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നു. എല്ലാം മാർക്കറ്റിൽ കിട്ടുമെന്ന് കാണുമ്പോൾ മാർക്കറ്റ് കേന്ദ്രീകരിച്ച ഒരു ജീവിതമാണ് നമ്മളെല്ലാം പ്രിഫർ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള സ്ഥലങ്ങളിൽ വെണ്ടയോ വാഴയോ ചീരയോ ഇതുപോലെ എല്ലാം നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന നിലയിലേക്കുള്ള ഒരു കാർഷിക സംസ്കൃതിയെ തിരിച്ചുപിടിക്കാനുള്ള ഒരു ശ്രമമായിട്ടാണ് ഈ കൂട്ടായ്മയുടെ പ്രവർത്തനം നമുക്ക് കാണാൻ കഴിയുക. ഏറെ മാതൃകാപരമായി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ള നെല്ലിക്കൂട്ടം പഴഞ്ചിറ അവർ സംഘടിപ്പിച്ചിട്ടുള്ള ഈ വ്യത്യസ്തമാർന്ന നാടൻ പച്ചക്കറികളുടെ ഈ ഉൽപ്പാദനവും അതിൻ്റെ വിളവെടുപ്പും ഇതൊക്കെ വളരെ മനോഹരമായിട്ടാണ് ഇവിടെ നടന്നത്. അതിന് മുൻകൈയെടുത്ത എല്ലാവരെയും പ്രത്യേകിച്ച് അഭിനന്ദിച്ചുകൊണ്ട് അതിനെല്ലാം പ്രോത്സാഹനവും നൽകുന്ന ഗ്രാമപഞ്ചായത്തിനെയും പിന്നെ കൃഷി ഓഫീസറെയും എല്ലാവരെയും അഭിനന്ദിച്ച് ഈ വിളവെടുപ്പിൻ്റെ ഉദ്ഘാടനം നമ്മളെല്ലാവരും കൂടി ചേർന്ന് നിർവഹിച്ചതായിട്ട് അറിയിച്ച് ഞാനെൻ്റെ വാർത്ത ഒട്ടുകൂടെ
കത്തി കൊടുക്കറാ. കൃഷി ഓഫീസർ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, മറ്റ് ജനപ്രതിനിധികൾ, പ്രിയപ്പെട്ട നാട്ടുകാർ, കൃഷി ഉദ്യോഗസ്ഥന്മാർ, പ്രിയമുള്ളവരെ, കാപ്പിശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ 2024-25 വാർഷിക പദ്ധതി ഉൾപ്പെടുത്തി തരിശു നെൽകൃഷിയുടെ ഉദ്ഘാടനമാണ് ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. നമ്മൾ അറിയാം, നമ്മുടെ ഷാജിയുടെ നേതൃത്വത്തിലുള്ള 6 പേരടങ്ങിയ ഗ്രൂപ്പാണ് കൃഷി ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പഞ്ചായത്തിൻ്റെ എല്ലാ സപ്പോർട്ടും ആർക്കും തയ്യാറാവണം. ഇതിന് മുന്നിട്ടിറങ്ങിയ ഇതിൻ്റെ കർഷകരെയും അതുപോലെ ആളുകളെ കൃഷി ഇടങ്ങളിലേക്ക് സന്ദർശകരായി കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു ശ്രമം ഭാവിയിൽ നമ്മുടെ മേഖല നമ്മളൊരു ചെറിയ മനസ്സ് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ഒരു വലിയ സംഭവം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുമെന്നതിൻ്റെ ഒരു തെളിവാണ് ഇവിടെ നമ്മളിപ്പോൾ കാണുന്നത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ കൃഷി നമ്മുടെ പഞ്ചായത്തിൽ നിന്നും അന്യവൽക്കരിക്കപ്പെടുന്ന ഒരു സന്ദർഭത്തിലാണ് നിലവിലുള്ള കൃഷിയെങ്കിലും നമുക്ക് നിലനിർത്തണം എന്ന ഉദ്ദേശത്തോടുകൂടിയുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ സംഘടിപ്പിക്കുന്നത്. ഒരു കാർഷിക മനസ്സുള്ള ഒരു കൂട്ടം ആളുകളും അതോടൊപ്പം തന്നെ നമ്മുടെ കൃഷി ഓഫീസറുടെ നേതൃത്വത്തിൽ നമ്മളെ കൃഷിഭവൻ ജീവനക്കാരും നടത്തിയ ഒരു പ്രവർത്തനം. പഞ്ചായത്ത് എന്ന നിലയിൽ നമുക്കതിനൊരു ഫണ്ട് കൊടുക്കുക അതുപോലുള്ള കാര്യങ്ങൾ മാത്രമാണ്. നമുക്ക് അതിൽ ഏറ്റവും കൂടുതൽ താല്പര്യമെടുത്തുകൊണ്ട് നമ്മളെ കൃഷിഭവനും അതുപോലെ തന്നെ ഈ കർഷകരും